നമസ്കാരം. ഉച്ചവരെയുള്ള വാർത്തകൾ സമഗ്രമായി കാണാം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് 4ാം ഘട്ട വോട്ടെടുപ്പിൽ 96 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നു. ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ്. പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ആന്ധ്രയിലും പശ്ചിമബംഗാളിലും വോട്ടെടുപ്പിനിടെ സംഘർഷം. മാവേലി എക്സ്പ്രസിൽ ടിടിഇക്ക് മർദ്ദനം. പരിക്കേറ്റത് ടിടി വിക്രം കുമാർ മീണയ്ക്ക്. ആക്രമിച്ചത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തയാൾ. തിരുവനന്തപുരം സ്വദേശി സ്റ്റാൻലി ബോസ് പിടിയിൽ. രാജ്യസഭാ സീറ്റിനായി LDFിൽ അവകാശവാദം ഉന്നയിക്കാൻ കേരള കോൺഗ്രസ്. എതിർപ്പുമായി CPI. കേരള കോൺഗ്രസ് നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത്. KS ഹരിഹരന്റെ വീട് ആക്രമിച്ചത് CPIM DYFI പ്രവർത്തകർ. ഗേറ്റിനു മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിച്ചെന്നും FIRൽ. 3 പേർക്കെതിരെ കേസ്. രാഷ്ട്രീയമായി ആക്രമിച്ചാൽ പാർട്ടി പ്രതിരോധിക്കുമെന്ന് RMP. മലപ്പുറം പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മരണം. കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്ത് കോസ്റ്റൽ പോലീസ്. പുതുവൈപ്പിൽ തിരയിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾ കൂടി മരിച്ചു. IPLൽ ഇന്ന് കൊൽക്കത്ത ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. വിജയ തുടർച്ചയ്ക്ക് ഗുജറാത്ത്. 1ാം സ്ഥാനം നിലനിർത്താൻ കൊൽക്കത്ത. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. 96 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അതേസമയം ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. അനുഷയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുഷ, 4ാം ഘട്ട വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? അക്രമ സംഭവങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ്? 9 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 96 സീറ്റുകളിലേക്കാണ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്.